2017 കോളേജ് തുടങ്ങുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മാനന്തവാടി നോബർട്ടൈൻ സന്യാസ സമൂഹം ബഹുമാനപ്പെട്ട ഗലാൽ മുണ്ടയ്ക്കാമറ്റത്തിലെയും എന്നെയും കാസർഗോഡേക്ക് അയക്കുന്നത്. എന്നാൽ ടെൻഡോസൾഫാൻ ദുരിതബാധിതരായ ആളുകളുടെ വീടുകൾ കയറിയിറങ്ങണമെന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുകയും ആ വീടുകൾ കയറിയിറങ്ങുമ്പോൾ ഞങ്ങളെ ഹൃദയമലിപ്പിക്കുന്ന ഒരു കാഴ്ച കാണുകയും ചെയ്തതാണ് നവജീവനയുടെ തുടക്കത്തിന്റെ ചരിത്രം. ആദ്യത്തെ ദിവസം തന്നെ ഒരു കുട്ടിക്ക് ഫിറ്റ്സ് ഉണ്ടായി. കുട്ടി പെട്ടെന്ന് ഇങ്ങനെ ഫിറ്റ്സ് വന്ന് മരിച്ചതുപോലെയായി. ഞങ്ങൾ വളരെയേറെ വിഷമിച്ച് ഒരു ഭവനത്തിൽ പെട്ട കാഴ്ച ഞങ്ങൾ ഓരോരുത്തരെയും ഹൃദയത്തെ വളരെ സ്പർശിക്കുന്നതുമായിരുന്നു. ആ കാഴ്ചയാണ് കോളേജ് എന്ന ആശയം വേണ്ട എന്ന് വെച്ചത്. കഴിഞ്ഞ ദിവസം ആ കുട്ടിയുടെ ഉമ്മ എന്നോട് പറഞ്ഞു, ഇത് നടത്തിയപ്പോൾ സ്കാനിങ് നടത്തിയപ്പോൾ അതിൽ 2 ഹോൾ ഉണ്ടായിരുന്നതിൽ വലിയ ഹോള് തന്നെ അടഞ്ഞുപോയി എന്ന് ഡോക്ടർ പറഞ്ഞു. നോർമലായി നടക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി, അവരെ സാധാരണ സ്കൂളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് നവജീവനയുടെ സന്തോഷങ്ങളിൽ ഒന്നാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതരായ ആളുകൾക്ക് വേണ്ടി മാനന്തവാടി നോബർട്ടൈൻ സന്യാസ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ FCC സന്യാസിനി സമൂഹവുമായി ചേർന്ന് ആരംഭിച്ചതാണ് നവജീവന സ്പെഷ്യൽ സ്കൂൾ ഫോർ എൻഡോസൾഫാൻ സർവൈവേഴ്സ്. 2017 ആരംഭിക്കുമ്പോൾ 8 കുട്ടികളുമായി ആരംഭിച്ചതാണ് നവജീവന. ഇത് നവജീവനയിൽ 78-ലധികം കുട്ടികൾ 20 പല സ്ഥലങ്ങളിൽ ഫിസിയോതെറാപ്പിക്കും സ്പെഷ്യൽ എഡ്യൂക്കേഷനും വൊക്കേഷണൽ ട്രെയിനിങ്ങിനുമായി വന്നുകൊണ്ടിരിക്കുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ നിരവധിയായ ആവശ്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുക എന്നുള്ളതാണ് നവജീവന എന്ന സ്ഥാപനം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ജീവിതത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ, ജീവിതത്തിന്റെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ, കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടികൾക്കും അതോടൊപ്പം കുട്ടികളുടെ സാന്നിധ്യം മൂലം തൊഴിലിന് പോകാൻ സാധിക്കാത്ത മാതാപിതാക്കൾക്കും ഒരാശാകേന്ദ്രമായി തീരാൻ വേണ്ടിയിട്ടാണ് നവജീവന ആരംഭിച്ചിരിക്കുന്നത്. ഈ നാട്ടിലെ സുമനസ്സുകളായ ആളുകളുടെ സഹായ സഹകരണത്തോടു കൂടിയിട്ടാണ് നവജീവന മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ ക്യാമ്പസിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടുത്തെ കുട്ടികൾ തന്നെയാണ് അവരുടെ നിഷ്കളങ്കമായ പുഞ്ചിരി, ഒരു കളങ്കമില്ലാത്ത അവർ ഓടി വന്ന് നമ്മളോട് നമുക്ക് ഗുഡ് മോർണിംഗ് തരികയും നമ്മളെ കെട്ടിപ്പിടിക്കുകയും, ഒരു കളങ്കമില്ലാത്ത ഒരു ജീവിതം, നമുക്ക് നമ്മളെ തന്നെ മറക്കാൻ പറ്റുന്ന ഒരു ജീവിതമാണ്. അത്രയ്ക്ക് നിഷ്കളങ്കരാണ് അവര്. അവരോടെ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. കാരണം അവര് നമുക്ക് തരുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് അതിലൂടെ. കാരണം നാളെക്കുറിച്ചോ ഒന്നിനെ കുറിച്ചോ അവർക്ക് ഒരു പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ അവർ ജീവിക്കുന്നത് വളരെ സന്തോഷത്തോടെയാണ്. നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം അത് തന്നെയാണ്. 2017 കോളേജ് തുടങ്ങുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മാനന്തവാടി നോബർട്ടൈൻ സന്യാസ സമൂഹം ബഹുമാനപ്പെട്ട ഗലാൽ മുണ്ടയ്ക്കാമറ്റത്തിലെയും എന്നെയും കാസർഗോഡേക്ക് അയക്കുന്നത്. ഒരു കോളേജ് തുടങ്ങുന്നതിന് ആവശ്യമായ സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ എൻഡോസൾഫാൻ ദുരിതബാധിതരായ ആളുകളുടെ വീടുകൾ കയറിയിറങ്ങണമെന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുകയും ആ വീടുകൾ കയറിയിറങ്ങുമ്പോൾ ഞങ്ങളെ ഹൃദയമലിപ്പിക്കുന്ന ഒരു കാഴ്ച കാണുകയും ചെയ്തതാണ് നവജീവനയുടെ തുടക്കത്തിന്റെ ചരിത്രം. അത് ഒരു എൻഡോസൾഫാൻ ദുരിതബാധിതനായ ഒരു കുട്ടിയെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ആ കുട്ടിയുടെ അപ്പൻ നേരത്തെ മരിച്ചു പോയിരുന്നു. അമ്മയും വല്യമ്മയുമാണ് ഉണ്ടായിരുന്നത്. അവർ പണിക്ക് പോയിരുന്നു. കുഞ്ഞിന് കൊടുക്കാനുള്ള ഭക്ഷണം അവർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞു കുറെ ഭക്ഷണം വാരി കഴിച്ചിട്ടുണ്ട്. ആ ഭക്ഷണത്തിൽ അവന് മലവും ചേർന്നിട്ടുണ്ട്. അതിൽ അവൻ മേത്ത് മുഴുവൻ, ശരീരം മുഴുവനും കുറെ അത് വാരി തേച്ചിരിക്കുന്നു. ബാക്കി അത് കുറെ വാരി കഴിച്ചതിന്റെയും ബാക്കി പാത്രത്തിൽ കിടപ്പുണ്ട്. ഈ ദയനീയമായ കാഴ്ച കണ്ട് ഞങ്ങൾ ഇനി കോളേജ് എന്ന ആശയം വിട്ടുകൊടുത്ത് എൻഡോസൾഫാൻ ദുരിതബാധിതരായ ആളുകൾക്ക് വേണ്ടി ഒരു സംവിധാനം തുടങ്ങണമെന്ന് ആലോചിച്ചു. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ തലശ്ശേരി അതിരൂപതയുടെ വികാരി ജനറലായിരുന്ന ജോർജ് കള്ളുക്കുതരച്ചിന്റെയും തലശ്ശേരി FCC സന്യാസിനി സമൂഹത്തിലെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ആയിരുന്ന ഇവരുടെ സിസ്റ്റർ നോബിളിന്റെയും
മാനന്തവാടി നോബർട്ടൈൻ സമൂഹത്തിന്റെ അന്നത്തെ പ്രൊവൈറ്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട വിൻസെന്റ് മട്ടുമേലച്ചന്റെയും സ്ഥിരമായ നേതൃത്വത്തിന്റെ കീഴിലാണ് നവജീവന എന്ന സ്ഥാപനം ആരംഭിക്കുന്നത്. 2017 നവജീവന സ്പെഷ്യൽ സ്കൂള് എൻമകജയിലെ പെർളയിൽ ആരംഭിക്കുമ്പോൾ ഇവിടുത്തെ കുഞ്ഞുങ്ങളെ നോക്കുന്നതിന് വേണ്ടി FCC സഭാ സമൂഹം ഉത്തരവാദിത്തം ഏൽപ്പിച്ച് വിട്ട 2 പേരിൽ ഒരാളാണ് ഞാനും സിസ്റ്റർ ജീനയും കൂടെയാണ് ഇവിടെ ആദ്യമായിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്നതിനായിട്ട് കടന്നു വന്നത്. 2017 മുതൽ ഇന്ന് വരെ ഈ കുട്ടികളോടുകൂടെ ആയിരിക്കുമ്പോൾ ഒത്തിരിയേറെ ദൈവാനുഭവത്തിൻ്റെ ഒരു സമയമായിട്ടാണ് എനിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളെയും വർഷങ്ങളെയും ഒക്കെ നോക്കിക്കാണാൻ സാധിക്കുക. ഞങ്ങൾ ആദ്യം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ എൻഡോസൾഫാൻ ദുരിതബാധിതർ എന്ന് പറഞ്ഞാൽ എന്താണെന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ഊഹവും ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഞാൻ കാസർഗോഡ് ജില്ലയിലെ തോമാപുരത്താണ് എൻ്റെ വീട്. അതുകൊണ്ട് തന്നെ പത്രങ്ങളിൽ എൻഡോസൾഫാൻ ദുരിതബാധിത മരിച്ചു, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ മരിച്ചു, അല്ലെങ്കിൽ അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ പേപ്പറിൽ കാണാറുണ്ട്. പക്ഷേ എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളതിനെക്കുറിച്ച് കാര്യമായിട്ട് ഗ്രാഹ്യമില്ലായിരുന്നു. ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ഒരറിവ്, നോബർട്ടൈൻ ഫാദേഴ്സ് തീരെ വയ്യാതെ ബുദ്ധിമാന്ദ്യം സംഭവിച്ചും ശാരീരികമായ ന്യൂനതകളുള്ള വീട്ടിൽ കിടപ്പായ കുഞ്ഞുങ്ങളെ ഒരു സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് പകൽ സമയം അവരെ പരിചരിച്ച് വൈകിട്ട് അവരെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുക. അതിൻ്റെ ഉദ്ദേശം അവരുടെ പേരൻസിന് പണിക്ക് പോകാൻ വേണ്ടിയിട്ട് നിർധനരായ കുട്ടികളെ കൊണ്ടുവന്ന് നോക്കുന്ന ഒരു സെൻറ്റർ എന്ന രീതിയിലായിരുന്നു ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ എങ്ങനെയുള്ള കുട്ടികളാണെന്നുള്ളതിനെക്കുറിച്ചൊന്നും അറിയില്ലെങ്കിലും ഞങ്ങളിവിടെ വന്നു. ആദ്യത്തെ ദിവസം 8 കുട്ടികളാണ് സെൻറ്ററിലേക്ക് കടന്നു വന്നത്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, കുഞ്ഞുങ്ങൾ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ ഒരു കുട്ടിക്ക് ഫിറ്റ്സ് ഉണ്ടായി. കുട്ടി പെട്ടെന്ന് ഇങ്ങനെ ഫിറ്റ്സ് വന്ന് മരിച്ചതുപോലെയായി. ഞങ്ങൾ വളരെയേറെ വിഷമിച്ച് ഭയങ്കരമായിട്ട് ദൈവപരിപാലനയിൽ ആശ്രയിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പേരൻസിനെ വിളിച്ചപ്പോൾ അവർക്ക് അങ്ങനെ ഉണ്ടാകുന്നതാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട, കുറച്ച് നേരം കിടത്തി കഴിഞ്ഞാൽ ശരിയാകും എന്നൊക്കെ പറഞ്ഞ ആ സംഭവമൊക്കെ എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ വരികയാണ്. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നവജീവന ആ ഒരു ചെറിയ കെട്ടിടത്തിൽ നിന്നും ഒരു വലിയ സ്കൂളായിട്ട് വളർന്നു വന്നത് വലിയൊരു ദൈവപരിപാലനയും അതോടൊപ്പം ഒത്തിരി സുമനസ്സുകളുടെ സഹായം കൊണ്ടുകൂടെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എൻഡോസൾഫാൻ ദുരിതബാധിത ആളുകളെ ഏറ്റവും അധികമുള്ള എൻമകജ പഞ്ചായത്തിൽ ഒന്ന് പോയി അവരുടെ വീടുകൾ കാണണമെന്ന ആഗ്രഹത്തിൽ അന്നത്തെ കാസർഗോഡ് വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട മാണി മേൽവട്ടവച്ചന്റെ സഹായത്തോടുകൂടി നമ്മുടെ ഗലാൽ മുണ്ടയ്ക്കാമറ്റത്തിലും ഞാനും മാണി മേൽവട്ടവച്ചനും കൂടി കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതന് അധികമുള്ള എൻമകജ പഞ്ചായത്തിലെ ഭവനങ്ങൾ കയറിയിറങ്ങുകയും ഒരു ഭവനത്തിൽ കണ്ട കാഴ്ച ഞങ്ങൾ ഓരോരുത്തരെയും ഹൃദയത്തെ വളരെ സ്പർശിക്കുന്നതുമായിരുന്നു. ആ കാഴ്ചയാണ് കോളേജ് എന്ന ആശയം വേണ്ട എന്ന് വെച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതരായ ആളുകൾക്ക് വേണ്ടി തുടങ്ങണം എന്ന ആവശ്യത്തിലേക്ക് വന്നത്. ആ കാഴ്ച ഇപ്രകാരമായി: ഒരു എൻഡോസൾഫാൻ ദുരിതബാധിതമായ ഒരു കുട്ടി ഒരു വീട്ടിലുണ്ട് എന്നറിഞ്ഞ് ഞങ്ങൾ കാണാൻ ചെല്ലുമ്പോൾ അവന്റെ മാതാപിതാക്കൾ അച്ഛൻ നേരത്തെ മരിച്ചു പോയിരുന്നു. ആകെ അവനുണ്ടായിരുന്നത് അവന്റെ അമ്മയും അവന്റെ വെല്ലുമ്മയുമായിരുന്നു. അവർ 2 പേരും ജോലിക്ക് പോയി. അവന് രാവിലെ അവർ പോകുമ്പോൾ അവർ ഭക്ഷണം ഒരു പാത്രത്തിൽ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവന്റെ ശരീരത്തിൽ വസ്ത്രങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. 8 വയസ്സിലുള്ള അഞ്ചു എന്ന കുഞ്ഞായിരുന്നു അവന് വെക്കുന്ന ഭക്ഷണത്തിൽ അവൻ വാരി തിന്നുവിട്ടു. ബാക്കി ഭക്ഷണം അവന്റെ മലവുമായി കലർന്നിട്ടുണ്ട്. കുറെ അവന്റെ മേത്തുകൂടി വാരി കഴിച്ചിട്ടുണ്ട്, വാരി തേച്ചിട്ടുണ്ട്. മേത്തുകൂടി ശരീരം മുഴുവനും അവരുടെ വാരി തേച്ചിട്ടുണ്ട്. ബാക്കി അവർ പാത്രത്തിൽ മുഴുവൻ നിറച്ച് മലവുമായി കലർന്നു കിടക്കുകയാണ്. ആ കാഴ്ച ഞങ്ങളുടെ വളരെ ഹൃദയത്തെ സ്പർശിക്കുന്നതായിരുന്നു. ആ കാഴ്ച കണ്ടിറങ്ങിയ സെബാസ്റ്റ്യൻ മുണ്ടയ്ക്കാമറ്റത്തിലും ഞാനും തീരുമാനിച്ചു, കോളേജിൽ നിന്ന് ഒരാശയം കൊടുക്കണം. ഈ നാട്ടിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരായ ആളുകൾക്ക് അവരുടെ മാതാപിതാക്കൾ ജോലിക്ക് പോകുമ്പോൾ അവരുടെ മക്കളെ സുരക്ഷിതമായി നോക്കുന്ന ഒരു സ്ഥലം വേണമെന്ന്. കഴിഞ്ഞ നാളുകളിലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ
അതിന് വലിയ സാക്ഷ്യമായിരുന്നു. നമുക്കറിയാം ചെറിയ കുട്ടികൾ ഏറ്റവും ആദ്യം കണ്ടെത്തുന്ന കുട്ടികളുടെ പ്രോബ്ലംസ് ആദ്യം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് എത്രയും വേഗം അത് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതാണ്. കുഞ്ഞു കുട്ടികളെ ആദ്യമേ തന്നെ നമ്മൾ തിരിച്ചറിയുന്നു, അവരെ കൊണ്ടുവന്ന് അവർക്ക് പ്രത്യേകിച്ച് എക്സ്ട്രാ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് അവരെ ആദ്യം ബേസിക് ആയിട്ടുള്ള കളർ ചെയ്യാനും അവരെ സംസാരിപ്പിക്കാനും അവർക്ക് കളികൾ കൊടുക്കുക, അവരെ പാട്ട് പഠിപ്പിക്കുക, അങ്ങനെ മോറലായിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളുടെ കൂടെ ആയിരിക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ്. ദൈവം ഇത്രയധികം വലിയൊരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ തന്നത്. ഒരു പക്ഷേ ഇനി ഒരിക്കലും എനിക്ക് കിട്ടാത്തൊരു ഭാഗ്യമായിരിക്കും ഈ കുട്ടികളുടെ കൂടെ ആയിരിക്കുവാൻ എനിക്ക് സാധിച്ചത്. ഞാനിവിടെ 3 വർഷമായിട്ട് ഉണ്ട്. ഇവിടെ കുട്ടികളോടൊപ്പം ജീവിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നത്. രണ്ടായിരത്തി 2022 സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച ഭിന്നശേഷി സ്ഥാപനത്തിനുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് ഈ സ്ഥാപനത്തിന് ലഭിക്കുകയുണ്ടായി. ഇന്ന് ഇവിടെ 78 കുട്ടികളും 26 സ്റ്റാഫ് അംഗങ്ങളുമാണ് ഉള്ളത്. സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, ബിഹേവിയർ തെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ ട്രെയിനിങ് എന്നിവ ഈ സ്ഥാപനത്തിൽ നിന്നും കുട്ടികൾക്ക് സൗജന്യമായി നൽകുന്നു. FCC സന്യാസിനി സമൂഹത്തിലെ 4 സഹോദരിമാർ ഇവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥാപനത്തിൽ വരുന്ന കുട്ടികൾക്ക് അവരുടെ യാത്രയും അവരുടെ ഭക്ഷണവും അവരുടെ വസ്ത്രങ്ങളും അവരുടെ വിദ്യാഭ്യാസവും ഒരു പരിധിവരെ അവരുടെ ഭക്ഷണത്തിന്റെ ചെലവുകളും രോഗത്തിന്റെ ചെലവുകളും മരുന്നിന്റെ ചെലവുകളും ഇവിടെ നിന്നാണ് വഹിച്ചുകൊണ്ട് പോകുന്നത്. അതെ, നിരവധിയായ ആളുകളുടെ നിർലോഭമായ സഹായ സഹകരണങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ പുതിയ കെട്ടിടം വെഞ്ചരിക്കുന്ന സമയത്ത് അഭിമന്യ ജോർജ് ഞെർലക്കാട്ട് പിതാവ് പറഞ്ഞു, ഈ ചുരുങ്ങിയ വർഷം കൊണ്ട് ഈ സ്ഥാപനം ഇത്രയധികം വളർന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഈശോ ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്ന ഒരു മിനിസ്ട്രിയാണിത്. മെയിനായിട്ട് നമ്മുടെ സ്കൂളിൽ വരുന്ന ബുദ്ധിപരമായിട്ടുള്ള വൈകല്യമുള്ള കുഞ്ഞുങ്ങളാണ്. ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളും ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളുമുണ്ട്. പ്രത്യേകമായിട്ട് അവർക്ക് അവരുടെ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന എന്തോ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നടക്കാൻ സാധിക്കാത്ത, തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളും ഒത്തിരിയേറെ പേരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളിവിടെ സ്കൂളിൽ ചെയ്യുന്നത് അവരെ ഒരു സ്വയം പര്യാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ട് ശാരീരിക ന്യൂനതകളുള്ള കുട്ടികൾക്ക് ഫിസിയോതെറാപ്പി ഉണ്ട്, സംസാര വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് സ്പീച്ച് തെറാപ്പി, അതുപോലെ തന്നെ അവരൊത്തിരി ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ബിഹേവിയറൽ ഇഷ്യൂസ് ഉള്ള കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് വേണ്ടി ബിഹേവിയർ തെറാപ്പി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. അതിന് ട്രെയിൻഡ് സ്റ്റാഫ് ഇവിടെയുണ്ട്. 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ നമ്മൾ തൊഴിൽ പരിശീലനമാണ് മെയിനായിട്ട് അവർക്ക് കൊടുക്കുന്നത്. അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് അവരെ ലോഷൻ നിർമ്മിച്ച് വിൽക്കുന്നുണ്ട്. പിന്നെ അവർക്കൊരു പെറ്റ്സ് പാർക്കുണ്ട്, പലതരത്തിലുള്ള കോഴികൾ, പക്ഷികൾ, ഇതിനെയൊക്കെ വളർത്തി വിറ്റ് കിട്ടുന്ന പൈസ. പിന്നെ ഒരു ചൂലുണ്ടാക്കുന്നുണ്ട്, കവർ നിർമ്മിക്കുന്നുണ്ട്, ക്രാഫ്റ്റ് വർക്കുകൾ നടത്തുന്നുണ്ട്. ഇതെല്ലാം വിറ്റ് കിട്ടുന്ന പൈസ മുഴുവനും 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ അവരുടെ പേരിൽ തുടങ്ങിയിരിക്കുന്ന അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയാണ്. അപ്പം ഇത് തുടങ്ങിയ ജോസച്ചൻ പറയാറുണ്ട്, തങ്ങളൊരു ബാധ്യതയല്ല സാധ്യതയാണെന്ന് ഈ കുഞ്ഞുങ്ങൾക്കും അവരുടെ പേരൻസിനും തോന്നത്തക്ക വിധം ഒരു ഇൻകം കുഞ്ഞുങ്ങളായിട്ട് അവർ സ്വയം സമ്പാദിക്കുന്ന രീതിയിലേക്ക് അവരെ വളർത്തിക്കൊണ്ട് വരാനാണ് പരിശ്രമിക്കുന്നത്. രണ്ടായിരത്തി 2017 ഒരു വർഷം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം. കാരണം എൻഡോസൾഫാൻ മേഖലയിലുള്ള പ്രവർത്തനം മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരുത്തി വെക്കുമെന്ന് പലരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഹാള് പകുതി ദേവാലയമായും പകുതി എൻഡോസൾഫാൻ ബാധിതരായ കുട്ടികളെ നോക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപത സൗജന്യമായി വിട്ടുതരുകയുമാണ് ചെയ്തത്. FCC സന്യാസിനി സമൂഹത്തിന്റെ തലശ്ശേരി പ്രോവിൻസിന്റെ 2 സിസ്റ്റർമാരെ അവരുടെ സൗജന്യമായ സേവനത്തിന് കുട്ടികളെ നോക്കുന്നതിന് വേണ്ടി വിട്ടു നൽകുകയും ചെയ്തു. ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു വാടക വീട്ടിൽ താമസിച്ചാണ് അവർ കുട്ടികളെ നോക്കിയിരുന്നത്.
മാനന്തവാടി നോബഡേൻ സമൂഹത്തിന് 3 വൈദികരും ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു. ഒരു വർഷത്തേക്ക് 8 കുട്ടികളുമായി ആരംഭിച്ച 2017 ആരംഭിച്ചപ്പോൾ മുതൽ പിന്നീട് ഇങ്ങോട്ട് വന്നത് കുട്ടികളുടെ എണ്ണത്തിൽ അനിയന്ത്രിതമായ വർധനവായിരുന്നു. ആദ്യം വരാൻ മടിച്ചിരുന്ന പലരും ഇതിനകത്തേക്ക് കടന്നു വരുന്നത് പിന്നീട് കാണാൻ സാധിച്ചു. ഇന്ന് കുട്ടികളുടെ ആധിക്യം ഈ സ്കൂളിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറത്ത് കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും ഇങ്ങോട്ടേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. കഴിഞ്ഞ ഒരു വർഷം നവജീവനയുടെ ചെലവ് എന്ന് പറയുന്നത് 70 ലക്ഷം രൂപയിൽ അധികമാണ് ചെലവ്. ഇവിടെ വരുന്ന കുട്ടികളോട് ആരോടും ഒരു പൈസ മേടിക്കുന്നില്ല എന്നതിനപ്പുറത്ത് അവർക്കെല്ലാവർക്കും ഏറ്റവും ഉന്നതമായ ട്രീറ്റ്മെന്റുകൾ നൽകി കുട്ടികളെ സാധാരണ നിലയിലേക്ക് എത്തിക്കുവാൻ നവജീവനിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ ജോലി ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ഒരു ദൈവാനുഭവം എന്ന് പറയുന്നത്, ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ പലപ്പോഴും പലർക്കും മരണകാരണമായ രോഗമുള്ള കുഞ്ഞുങ്ങളിൽ കൂടെയുണ്ട്. ഡോക്ടേഴ്സ് ഏത് നിമിഷവും മരിക്കാമെന്ന് വിധി എഴുതിയിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഉള്ളിലൊരു ഭയമുണ്ട്, ഈ കുഞ്ഞുങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നൊക്കെയുള്ളത്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലും മറ്റ് നമ്മുടെ പ്രാർത്ഥനകളിലും ഒക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും അത്ഭുതങ്ങൾ ഇവിടെ കാണാറുണ്ട്. ഒരു 2 സംഭവങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇവിടെ തെറാപ്പിക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു, 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞ്. അപ്പോൾ ആ കുഞ്ഞ് യാതൊരു പ്രതികരണങ്ങളുമില്ലാതെ ഇങ്ങനെ ഒരു മാംസപിണ്ഡം പോലെ കിടക്കുന്നു, ആരെയും തിരിച്ചറിയുന്നില്ല, എണീറ്റ് നടക്കാനുള്ള ശ്രമമോ ഒന്നുമില്ല, ഒരു ചലനങ്ങളൊന്നും ഇല്ലാത്തൊരു കുഞ്ഞ്. അപ്പോൾ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുവന്നപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു, ബ്രെയിൻ കംപ്ലീറ്റ് ഡാമേജ് ആണ്, കുഞ്ഞിനൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുകയില്ല, ഫിസിയോതെറാപ്പി കൊണ്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മ നിലവിളിച്ചു, ഇവിടെ വരുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം വ്യത്യാസമുണ്ട്, എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ ഉപേക്ഷിക്കരുതേ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു തോന്നിയൊരു കാര്യം, മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു, കുഞ്ഞിനെ ഞങ്ങൾ എടുക്കാം. അപ്പോൾ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റിനോട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ചെറിയ എക്സർസൈസുകൾ ചെയ്യിക്കുക, പിന്നെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ എന്ന്. ആ കുഞ്ഞ് 5 വയസ്സായപ്പോഴേക്കും അവന് ഓടി നടക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി, നേഴ്സറി റൈംസൊക്കെ പാടാൻ തുടങ്ങി. അവനെ സാധാരണ നോർമൽ സ്കൂളിൽ കഴിഞ്ഞ കൊല്ലം ചേർക്കാൻ വേണ്ടിയിട്ട് ആ പേരൻസിന് സാധിച്ചു. അത് വലിയൊരു മിറക്കിളായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു കുഞ്ഞുണ്ട്, അവന് 6 വയസ്സുണ്ട്, ഹാർട്ടിന് 2 ഹോളുള്ള കുട്ടിയാണ്. അപ്പം ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കാതെ വന്നു. ഡോക്ടർ ആ കുഞ്ഞ് ഏത് നിമിഷം മരിക്കാമെന്ന് പറഞ്ഞു. പല പ്രാവശ്യം ഭയങ്കരമായിട്ടുള്ള ശ്വാസം മുട്ടൽ, ദേഹമെല്ലാം നിറം മാറി കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുന്ന ഒരവസരം കണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ആ കുട്ടിയുടെ ഉമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, ഡോക്ടറെ എഴുതി കൊടുക്കാൻ പറഞ്ഞു, കുഞ്ഞ് മരിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, അത്രയും സീരിയസ് ആണ് കുട്ടിയുടെ കാര്യം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വിളിച്ചു. അമ്മയെ പ്രാർത്ഥിക്കണം, നമ്മുടെ കുഞ്ഞ് മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ച് വിളിച്ചു. അന്ന് തിരുഹൃദയ തിരുനാളായിരുന്നു. അപ്പം കുഞ്ഞിൻ്റെ ഹാർട്ടിൽ 2 തുളയാണല്ലോ. ഞാൻ ആൾക്കാരുടെ മുമ്പിൽ പോയി കണ്ണുനീരോടെ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഞങ്ങളുടെ മുറിവുകളും വേദനകളും ഏറ്റെടുക്കാൻ വേണ്ടിയല്ല നിൻ്റെ ഹൃദയം തുറന്നത്, ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ 2 മുറിവുണ്ടല്ലോ, അത് നീ ഏറ്റെടുത്ത് ഞങ്ങളുടെ കുഞ്ഞിനെ നീ സുഖപ്പെടുത്തണം, നിൻ്റെ ഹൃദയത്തിലുള്ള മുറിവുണ്ടല്ലോ, അത് മതിയല്ലോ, ഈ കുഞ്ഞിന് ഇനി ആ മുറിവ് വേണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞ് അങ്ങനെയൊക്കെയാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നിയത്. എന്തായാലും ഒന്നും സംഭവിച്ചില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ഡിസ്ചാർജ് ആയിട്ട് തിരിച്ചു വന്നു. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ട് ആ കുഞ്ഞ് ഒരിക്കൽ പോലും ക്ലാസ് മുടങ്ങാൻ ഇടയായിട്ടില്ല, ഒരിക്കൽ പോലും അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വന്നില്ല. കഴിഞ്ഞ ദിവസം ആ കുട്ടിയുടെ ഉമ്മ എന്നോട് പറഞ്ഞു, അവർ നടത്തിയപ്പോൾ സ്കാനിങ് നടത്തിയപ്പോൾ അതിൽ 2 ഹോൾ ഉണ്ടായിരുന്നതിൽ വലിയ ഹോള് തന്നെ അടഞ്ഞുപോയി എന്ന് ഡോക്ടർ പറഞ്ഞു, മറ്റേ ഹോൾ അത്ര പ്രശ്നമില്ല എന്നുള്ളതും അവർ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വലിയ ദൈവപരിപാലനയുടെ ഒരു അനുഭവങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു. ഓരോ വർഷവും 5 കുട്ടികളെ വെച്ച് ടാർഗറ്റ് ചെയ്ത് ആ കുട്ടികൾക്ക് തെറാപ്പികൾ നിരന്തരമായി കൊടുത്ത് ആ കുട്ടികളെ നമ്മൾ സാധാരണ സ്കൂളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നോർമലായി നടക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി, അവരെ സാധാരണ സ്കൂളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് നവജീവനയുടെ സന്തോഷങ്ങളിൽ ഒന്നാണ്. പലപ്പോഴും മാതാപിതാക്കളുടെ സന്തോഷവും അവരുടെ സന്തോഷത്തിന്റെ കണ്ണുനീരും നവജീവനയിൽ വീഴുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. തന്റെ കുട്ടി ആദ്യം വെച്ച് നടന്ന സമയങ്ങൾ മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ട് പറയുന്നത്, ആദ്യം തന്നെ അമ്മേ എന്ന് കുട്ടി വിളിച്ചത് അവരുടെ മാതാപിതാക്കൾ പറയുന്നതും ഒക്കെ പലപ്പോഴും നവജീവനയുടെ സന്തോഷമുള്ള ചില കണ്ണുനീർ ഓർമ്മകൾ ആണ്.